അങ്ങ് മാത്രം ഉണ്ടാവുമ്പോൾ അധികം കറികളൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ. എന്നാൽ അതൊക്കെ തീർക്കുന്നത് അമ്മ വരുമ്പോഴാണ്. അത്യാവശ്യം ഒരു 3 കറിയെങ്കിലും അമ്മ വെക്കാതിരിക്കില്ല. അപ്പോൾ ദേ നമ്മുടെ സാമ്പാറുണ്ട്, അതേപോലെ തന്നെ ഉണക്കച്ചമീൻ വറുത്തതുണ്ട്, ബീറ്റ്റൂട്ട് വാട്ടിയതുണ്ട്, പോരാഞ്ഞിട്ടൊരു ചിക്കൻ വറുത്തതും കൂടി ഉണ്ട് ഗൈസ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പപ്പടം വറുത്തതും കൂടെ വെച്ചു. ഇതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ചോറ് തിന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോറ് തിന്നുമ്പോൾ എപ്പോഴും എൻ്റെ വാലായിട്ട് തുമ്പിക്കുട്ടി ഉണ്ടാവാറുണ്ട്. അവൾക്ക് അതിന് മുന്നേ അമ്മ ചോറ് കൊടുത്തതാണ്. എന്നാലും ഞാൻ തിന്നുമ്പോൾ തുമ്പിക്കുട്ടിക്ക് എന്താണാവോ എൻ്റെ അടുത്ത് വന്ന് 2 ഉരുള തിന്നാണ്ട് അവൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവൾക്ക് കൊടുക്കാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചോറൊന്ന് കുറച്ചൊരു ഇരുന്നപ്പോഴേക്കും സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സുക്രുവിനെ കൊണ്ടുവരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇത്തിരി മഴക്കോളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പിള്ളേരെ അമ്മമാർ കൊണ്ടുപോകുമ്പോൾ സുക്രുമണി ഇങ്ങനെ ആദ്യം ഓടിക്കാനിട്ട് എന്താണ് എൻ്റെ അമ്മ വരാത്ത എൻ്റെ അമ്മ വരാത്തതെന്ന് എന്നെ കണ്ടോടുകൂടി അവൻ ചെല്ലിന്ന് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ സുക്രുവിനെ കൊണ്ടുവന്ന് ആ വഴി ഞാനൊരു കടയിൽ കയറി കേട്ടോ. കാരണം നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് എന്തുട്ടാ തക്കാളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തക്കാളിയൊക്കെ മേടിക്കാനായിട്ട് തക്കാളി മാത്രം വാങ്ങിച്ചുള്ളൂ കേട്ടോ. മേടിക്കാനായിട്ട് കടയിൽ കയറി നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ അതേ ചിക്കൻ കറി അടിപൊളി എന്ത് സ്മെല്ലായിരുന്നു എന്നറിയുന്നല്ല. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇതേ കുറച്ച് വറുത്തത് മാറ്റി വെച്ചു. അവർ കറി കൂട്ടില്ല, വറുത്തതാണ് കേട്ടോ കൂട്ടാം. പിന്നെ കൈയോടെ തന്നെ സുക്രുവിൻ്റെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ കഴുകി കൊടുത്തു. കഴുകി അവിടെ കമത്തി വെച്ചു കേട്ടോ. പിന്നെ സുക്രുവിന് ഒരു റൈം പാടിയിട്ട് ടീച്ചർക്ക് അയക്കേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിച്ച് അതൊക്കെ ചൊല്ലിപ്പിച്ച് നേരെ ഞാൻ എന്ത് ചെയ്തു, ഞാനും സുധിച്ചേട്ടനും കൂടെ കൊടുങ്ങല്ലൂർക്ക് വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നത് എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യായിരുന്നു. മെൻസസ് ആയതിൻ്റെ അല്ല, എന്നാലും ഇങ്ങനെ പരിങ്ങി വേദന എടുക്കുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ട് ഗാസ്ട്രോൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. സുധിച്ചേട്ടൻ അതുകൊണ്ട് നേരത്തെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പോണ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ 17ാമത്തെ നമ്പറാണ് 2 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ എന്ത് ചെയ്തു, ഒരു സവാള വട കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു. ജസ്റ്റ് ഇതൊക്കെ ഗ്യാസാണ്, എന്നാലും സവാള വട തിന്നു കേട്ടോ. കുറേയൊക്കെ വയറുവേദന എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ എരിവ് ഞാൻ കൂട്ടും. അപ്പോൾ എരിവൊന്നും അധികം കൂട്ടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഞെക്കിയൊക്കെ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്കിങ്ങനെ വേദനയൊക്കെ വരുമ്പോൾ പേടിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടുകൂടി കാണിച്ചതാണ്. അപ്പോൾ അതേ വീട്ടിലോട്ട് വന്നിട്ട് ബബ്ലി മേടിച്ചിട്ടാണ് കേട്ടോ വന്നത് വീട്ടിലോട്ട്. അമ്മ ഓൾറെഡി അവർ 2 പേരെയും കൊണ്ട് ആനപ്പുഴക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ബബ്ലിയൊക്കെ മേടിച്ചിട്ട് കുറച്ച് അവർക്ക് കൊടുത്തു, കുറച്ച് അമ്മക്കും കൊടുത്തു, തുച്ചറിനും കൊടുത്തു. ബാക്കിയുള്ള ഞാൻ കമ്പം തിന്നാണ് ഗൈസ്. ഈ ബബ്ലിയുടെ അത്ര ടേസ്റ്റ് എനിക്ക് ഇപ്പോൾ ഒരു സാധനത്തിന് തോന്നാറില്ല. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. അങ്ങനെ അതൊക്കെ തിന്നപ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. കുറേ നാൾ കൊണ്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛൻ വന്നപ്പോൾ. അച്ഛൻ നാളെ തന്നെ വെളുപ്പിന് പോയിട്ട് പിന്നെ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ച് തിന്നു.